ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോയാണ്. 2 ദിവസത്തെ വീഡിയോയാട്ടോ. വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഒക്കെ ആയിട്ട് എടുത്ത വീഡിയോയാണ്. വ്യാഴാഴ്ച ഹർത്താലായിരുന്നല്ലോ, എന്നാലും എനിക്ക് പണിക്ക് കുറവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇഷ്ടംപോലെ പണികളൊക്കെ ഉള്ള ദിവസമായിരുന്നേ. രാവിലെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി, മീൻ കറി ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ച് ചേട്ടായി രാവിലെ ജോലിക്ക് പോയി. ഉച്ചക്കത്തേക്കുള്ള ചോറൊക്കെ ചേട്ടായിക്ക് ആക്കി കൊടുത്തു. പിന്നെ പിള്ളേർക്ക് ക്ലാസ്സൊന്നുമില്ല, അക്കുവിന് എക്സാമൊക്കെ ആയതുകൊണ്ട് അവൾ പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അവൾ എനിക്ക് വന്ന് ഇടയ്ക്ക് വീഡിയോ ഒക്കെ എടുത്ത് തരാൻ സഹായിക്കാനൊക്കെ വന്നായിരുന്നു. രാവിലെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. അടുക്കളയിലെ പണികളൊക്കെ ഏകദേശം ഒന്ന് ഒതുക്കി. അത് കഴിഞ്ഞേച്ച് മുറ്റത്തേക്ക് ഇറങ്ങിയത്. അകത്തും പുറത്തുമൊക്കെ ആയിട്ട് ചുക്കിലി വലയൊക്കെ തൂക്കണം. പിന്നെ മുറ്റത്ത് കുറച്ച് പണികളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യുക. ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല വെയിലാവും. അതിനു മുമ്പേ മുറ്റത്തെ പണികളൊക്കെ ചെയ്ത് തീർത്തേച്ച് വേണം അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഇന്നിപ്പോൾ കുറേ ബെഡ്ഷീറ്റും തുണികളും എല്ലാം അലക്കാറുണ്ടായിരുന്നു. എല്ലാം രാവിലെ അലക്കി വിരിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. കുഞ്ഞിപ്പെണ്ണും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഞാൻ എന്ത് പണി ചെയ്യുമ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട്. ഇത്തിരി സംശയം കൂടുതലുള്ള ഒരാളാണ് കേട്ടോ. ഇന്നത്തെ സംശയം എന്തിനാണ് ഹർത്താൽ വെച്ചത്, പിന്നെ ഹർത്താലിനെ കുറിച്ചുള്ള ഓരോരോ സംശയങ്ങളാണ്. ഇന്നിപ്പോൾ പിള്ളേർക്ക് അവധി ആയതുകൊണ്ട് പിള്ളേരുടെ ഒച്ചയും ബഹളമൊക്കെ ഇങ്ങനെ കേൾക്കാം കേട്ടോ. ഇഷ്ടംപോലെ പിള്ളേരുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ആയിട്ട്. പണി ചെയ്യാനുള്ള ആരോഗ്യമുണ്ട്, വേറെ അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പണികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ തന്നെ എനിക്കിഷ്ടം. വെറുതെ ഇരിക്കാതെ എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആലോചിച്ച് ടെൻഷനൊക്കെ വരും. പിന്നെ അതൊക്കെ ഓരോരോ അസുഖങ്ങളൊക്കെ ആയിട്ട് മാറുകയല്ലേ. അതിലും നല്ലത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മൾ ആ കാര്യത്തിലല്ലേ ശ്രദ്ധിക്കുന്നത്. അന്നേരം പിന്നെ വേറെ കാര്യങ്ങളൊന്നും അങ്ങനെ മനസ്സിലേക്ക് വരത്തില്ലല്ലോ. പുറത്തെ പണികളെല്ലാം ഒന്നും കഴിഞ്ഞില്ല. എന്നാലും ഞാൻ ചലന്തി വലയൊക്കെ തൂത്ത് മുറ്റമൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി വെച്ച് അകത്തേക്ക് കയറി. അകത്തെ ചലന്തി വലയൊക്കെ തൂത്ത് കളയുവാണേ. ഞാൻ ഒരു ബെഡ്ഷീറ്റ് അലക്കാതെ വെച്ചിട്ടുണ്ട്. അത് ഓരോ കട്ടിലിൽ ഞാൻ ഓരോ റൂമിൽ കയറുമ്പോൾ ഓരോ കട്ടിലിൽ വെച്ചിട്ട് അത് ബെഡ്ഷീറ്റ് മാറ്റി മാറ്റി വിരിച്ചുകൊണ്ടിരിക്കുക. ഇനി അത് അലക്കിയിടണം. അല്ലെ നമ്മൾ ഈ ചലന്തി വലയൊക്കെ തൂക്കുമ്പോൾ ബെഡിലേക്ക് അതിൻ്റെ പൊട്ടും പൊടിയും അഴുക്കും എല്ലാം വീഴുകയല്ലേ. അതുകൊണ്ട് ഓരോ പഴയ ബെഡ്ഷീറ്റ് അങ്ങനെ വിരിച്ച് പണികളെല്ലാം കഴിഞ്ഞ് തൂക്കലും വൃത്തിയാക്കലും എല്ലാം കഴിഞ്ഞേച്ച് പിന്നെ അത് അലക്കാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ബെഡ്ഷീറ്റ് മാറ്റി വെച്ചതാണ്. ഇവിടെ ബെർത്തിൻ്റെ മണ്ടയ്ക്ക് ഏറ്റവും കൂടുതൽ പാത്രം ഇരിക്കുന്നത്. താഴെ ഞാൻ കുറച്ച് പാത്രമേ എടുത്ത് വെച്ചിട്ടുള്ളൂ. താഴെ കുറച്ച് പാത്രമേ ഉള്ളെങ്കിൽ ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ട് കഴുകി കഴുകി എടുക്കുമല്ലോ. അല്ലെങ്കിൽ ഒത്തിരി പാത്രം ഇരിപ്പുണ്ടെങ്കിൽ ഓരോ ആവശ്യത്തിന് വേണ്ടി നോക്കുമ്പോൾ പിന്നെ വേറെ പാത്രം ഇരിപ്പുണ്ടല്ലോ, അപ്പോൾ പിന്നെ എന്തിനാണ് കഴുകി എടുക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ആ പാത്രം എടുക്കാം. അങ്ങനെ ആകുമ്പോൾ ഒരുപാട് കഴുകാനാവും, പിന്നെ എല്ലാം ഇങ്ങനെ നിരന്ന് കിടക്കുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ കുറച്ച് പാത്രമേ താഴെ എടുത്ത് വെച്ചിട്ടുള്ളൂ. കൂടുതലും ബെർത്തിൻ്റെ മണ്ടയ്ക്കാണ് ഇരിക്കുന്നത്. പിന്നെ അവധിയൊക്കെ ഉള്ള ദിവസം, അക്കു വീട്ടിലുള്ള ദിവസമൊക്കെ ഞാൻ അക്കുവിനെ കൊണ്ട് ബെർത്തിൻ്റെ മണ്ടയ്ക്കൊന്ന് കുറച്ച് പാത്രങ്ങളൊക്കെ എടുത്ത് താഴേക്ക് വെക്കും. താഴെ ഇരിക്കുന്ന കുറച്ച് പാത്രങ്ങളൊക്കെ എടുത്ത് മുകളിലേക്കും വെപ്പിക്കും. അങ്ങനെ ഇന്ന് കുറച്ച് പാത്രങ്ങളൊക്കെ എടുത്ത് കഴുകി ഉണക്കി അടുക്കിയൊക്കെ താഴെ വെച്ചു. വൈകുന്നേരം മസാല ബോണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് കൂട്ടി വെക്കുവാണ്. വെട്ടം കുറച്ച് കുറവുണ്ട്, കറണ്ട് ഇല്ല, അതുകൊണ്ടാണ്. ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 നുള്ള് ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ 1 നുള്ള് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇളം ചൂടുവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു കപ്പിൽ ആ വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് മാവ് കൂട്ടുന്നത്. ഞാൻ ഇന്നാൾ പഴംപൊരിക്ക് മാവ് കൂട്ടിയില്ലേ, അതുപോലെ തന്നെയാണ് ഇതിനും മാവ് കൂട്ടേണ്ടത്. 1 സ്പൂൺ ദോശമാവ് ഒഴിക്കുന്നുണ്ട്, അപ്പക്കാരം ഒന്നും ഇടുന്നില്ല. എന്നിട്ട് ഈ മാവൊക്കെ ഒന്ന് കലക്കി ഒരു 5-6 മണിക്കൂർ വെച്ചതിന് ശേഷം വൈകുന്നേരം കേട്ടോ ഇത് ഉണ്ടാക്കുന്ന. ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ഞാൻ മാവ് കലക്കി വെച്ചു, 4 മണിയൊക്കെ ആകുമ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പഴംപൊരി ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടില്ലായിരുന്നോ, അതിനകത്ത് എടുത്ത അതേ അളവിലാണ് ഈ സാധനങ്ങളെല്ലാം എടുത്തേക്കുന്നത്. അതുപോലെ തന്നെയാണ് മാവ് കലക്കി വെച്ചേക്കുന്നത്. പഞ്ചസാര ഇട്ടില്ലെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം അന്ന് ചേർത്ത അതേ അളവിൽ തന്നെ കേട്ടോ ഇട്ടേക്കുന്നത്. പിന്നെ എളുപ്പം നമുക്കിത് കലക്കി വെച്ച പാടെ ഉണ്ടാക്കാൻ പറ്റും. അതും ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്. മാവ് കലക്കി അന്നേരം തന്നെ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് അപ്പക്കാരം ഇട്ടിട്ട് ഉണ്ടാക്കിയാൽ മതി. മഞ്ഞൾപ്പൊടി അപ്പക്കാരം ഇടുമ്പോൾ ഇടണ്ട കേട്ടോ, അന്നേരം ഒരു ചുമന്ന കളർ വരുവേ. ഒന്നുകിൽ ഫുഡ് കളർ ഇടാം, അല്ലെങ്കിൽ ഫുഡ് കളറും വേണ്ട മഞ്ഞൾപ്പൊടിയും വേണ്ട, അങ്ങനെ അപ്പക്കാരം ഇട്ടിട്ട് ഉണ്ടാക്കിയാൽ മതി.
പച്ചക്കറിയുടെ ചുവട്ടിലും ചെടിച്ചട്ടിയിലും ഒക്കെ കുറച്ച് കാട് പറിക്കാനുണ്ടായിരുന്നേ. അങ്ങനെ കാടൊക്കെ പറിച്ച് പിന്നെ ഒരു കമ്പ് കൊണ്ട് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തു വേരോട്ടം ഉണ്ടാകാൻ വേണ്ടിയിട്ട്. പിന്നെ ചില ചെടിച്ചട്ടിയിൽ മണ്ണ് കുറവുണ്ടായിരുന്നു. അവിടെയൊക്കെ കുറച്ച് മണ്ണൊക്കെ വെട്ടി കൂട്ടി ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് മുളക് പറിച്ച് വെക്കാനുണ്ട്. മുളകൊക്കെ പറിക്കുവാണേ. അവിടെ ഒരു കറിവേപ്പ് നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വരെ ഒരു പച്ചപ്പൊന്നും ഇല്ലാതെ ശോഷിച്ച് നിൽക്കുമായിരുന്നു കേട്ടോ. ഞാൻ അതിൻ്റെ ചുവട്ടിലൊരു മരുന്ന് ചെയ്തപ്പോൾ ഇച്ചിരി ഇലയൊക്കെ വന്ന് പച്ചപ്പൊക്കെ ആയിട്ട് വളർന്നു വരുന്നുണ്ട്. നമ്മൾ അപ്പത്തിനോ ദോശയ്ക്കോ ഒക്കെ അരി അരക്കിയാലേ, എന്നിട്ട് നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ പാത്രത്തിനടിയിൽ ശകലം മാവൊക്കെ ഉണ്ടാവുമല്ലോ. അത് നമ്മൾ സാധാരണ കഴുകി കളയുമല്ല ചെയ്യുന്നത്. പക്ഷേ അത് കഴുകി കളയാതെ അതിനകത്തേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ചിട്ട് നന്നായിട്ട് പുളിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളത്തിൽ നേർപ്പിച്ചിട്ട് ഇതിൽ ചുവട്ടിൽ വേര് തട്ടാതെ ഒഴിച്ചു കൊടുത്താൽ മതി. അന്നേരം കറിവേപ്പ് നല്ല ഉഷാറായിട്ട് വരും കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്തതാണ്. മസാല ബോണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് കടുകിട്ട് പൊട്ടിക്കുവാണ്. ഒരുപാട് കടുകൊന്നും വേണ്ട, കുറച്ച് മതി. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലും എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളി അധികം വേണ്ട, കുറഞ്ഞ അളവിൽ ചേർത്താൽ മതിയേ. പിന്നെ പച്ചമുളക് വേണമെങ്കിൽ അതും ചേർക്കാം. പിള്ളേരൊക്കെ കഴിക്കാനുള്ളത് കൊണ്ട് ഞാൻ പച്ചമുളക് ഇടുന്നില്ല. പിന്നെ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതെല്ലാം കൂടി ഇട്ട് വഴറ്റിയെടുക്കുവാണേ. കടുക് നിർബന്ധമൊന്നുമില്ല. കടുക് പൊട്ടിക്കാതെ നമുക്ക് ഉള്ളിയൊക്കെ വഴറ്റിയെടുത്തിട്ട് മസാല ഉണ്ടാക്കാം. ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിനി എടുക്കണം. ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുവാണ്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർ കുറച്ച് പച്ചമുളകും കൂടി ഇട്ടാൽ മതി. പൊടികളായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാല, പിന്നെ ഉപ്പും ഇത്രയും സാധനമായിട്ട് എടുത്തേക്കുന്നത്. പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. പൊടികളൊന്നും അധികം വേണ്ട, എല്ലാം കുറഞ്ഞ അളവിൽ ചേർത്താൽ മതിയേ. നമ്മൾ കറിയൊന്നും വെക്കുന്ന രീതിയിൽ മസാലയും സാധനങ്ങളും ഒന്നും വേണ്ട, എല്ലാം ലൈറ്റായിട്ട് ചേർത്താൽ മതി. നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. പിന്നെ ഞാൻ മുളക് പൊടി ഒത്തിരി എടുത്തിട്ടില്ല, ഒരു കളറിന് വേണ്ടത്രയും പരുവത്തിനെ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എരിവ് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളക് കൂടി ഇട്ടാൽ മതി, പൊടികൾ അധികം ചേർക്കണ്ട. ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചേക്കുന്നതും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് തണുത്തതിന് ശേഷം ഉരുട്ടിയെടുക്കണം. നമ്മൾ ബിരിയാണി വെക്കുമ്പോഴാണേലും എല്ലാ മസാലകളും ചേർക്കും, എല്ലാം കുറഞ്ഞ അളവിലല്ലേ ചേർക്കുന്നത്. അതുപോലെ തന്നെ കേട്ടോ ഈ ഒരു മസാല ബോണ്ടയ്ക്കും മസാലകളെല്ലാം കുറഞ്ഞ അളവിൽ ചേർത്താൽ മതി, എന്നാലും നല്ല ടേസ്റ്റും മണമൊക്കെ ഉണ്ടാവും. ഇനി തണുത്ത് കഴിഞ്ഞിട്ട് ഉരുട്ടിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിത് മിക്സാക്കി വെക്കട്ടെ. ഞാൻ ഈ മസാലയിലേക്ക് കുറച്ച് മല്ലിയില ഇട്ടിട്ടുണ്ട്. മല്ലിയില നിർബന്ധമാണ്, മല്ലിയില ഇടുമ്പോൾ നല്ല ടേസ്റ്റും മണമൊക്കെ ഉണ്ടാവുന്നത്. എന്നിട്ട് മസാലയൊക്കെ നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. മസാലയ്ക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ബീഫോ ചിക്കനോ എല്ലാം കറി വെച്ചിട്ട് ഉള്ളതിൻ്റെ കുറച്ച് ഗ്രേവി ഒഴിക്കുവാണെങ്കിൽ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇറച്ചിയൊന്നും കഴിക്കാത്ത ആൾക്കാരാണെങ്കിലും അങ്ങനെ ഒഴിക്കണമെന്നില്ല, അല്ലാതെ തന്നെ മസാല ഉണ്ടാക്കിയാൽ മതിയേ. പിന്നെ ചാറ് പോലെ വെള്ളം പോലെ ഇരിക്കുന്ന ചാറ് ഒഴിക്കരുത്, ഇത്തിരി കുറുകിയ ഗ്രേവി ഒഴിച്ചാലേ ശരിയാവത്തുള്ളൂ. നമുക്ക് ഇത് ഉരുളക്കിഴങ്ങിൻ്റെ മസാല ഉരുട്ടിയെടുക്കാനുള്ളതല്ലേ, അപ്പോൾ ചാറ് പോലെ ഒഴിച്ച് വെള്ളം പോലെ ആയാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് കട്ടിയായിട്ടിരിക്കുന്ന ഗ്രേവിയെ ഒഴിക്കാവുള്ളൂ. ഇനി ഉരുളക്കിഴങ്ങിൻ്റെ മസാല ഒന്ന് ഉരുട്ടി ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കുക. അന്നേരം നമുക്ക് വറുത്തെടുക്കാൻ എളുപ്പമാണല്ലോ. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പോലെ ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് കയ്യിൽ ചെറുതായിട്ട് ചെറിയ തോതിൽ നനയ്ക്കാവുള്ളൂ കേട്ടോ, ഒത്തിരി വെള്ളമൊന്നും ആവല്ലേ. ചെറിയ തോതിൽ നനച്ചിട്ട് ഇങ്ങനെ മാവല്ല ഉരുളക്കിഴങ്ങിൻ്റെ ആ മിക്സ് ഉരുട്ടിയെടുത്താൽ മതി. എന്നിട്ട് മാവിൽ മുക്കി ഫ്രൈ ചെയ്ത് എടുക്കുവാണേ. നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ മസാല ബോണ്ട മേടിക്കുമ്പോൾ ഉള്ള ആ ഒരു ഷേപ്പിലും അതേ ടേസ്റ്റിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കേട്ടോ ഈ ഒരു മസാല ബോണ്ട. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ മസാല ബോണ്ടയൊക്കെ ഫ്രൈ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. തീ കൂട്ടി വെക്കരുത്, ഇത് പെട്ടെന്നായി കിട്ടും. ഉള്ളിലുള്ള മസാലയൊക്കെ വെന്തതല്ലേ, ഇനി പുറമേ ഉള്ള ഭാഗമല്ലേ വേകാനുള്ളൂ, അപ്പോൾ പെട്ടെന്നായി കിട്ടും. ഈ ചീനച്ചട്ടിയിൽ കൊള്ളാവുന്നതേ ഇടാവുള്ളൂ കേട്ടോ, കൂടുതൽ കുത്തി നിറച്ച് ഇടല്ലേ, അന്നേരം കറക്റ്റ് ഷേപ്പിനൊന്നും കിട്ടത്തില്ല. അതിപ്പോൾ പഴംപൊരി ആണെങ്കിലും അങ്ങനെ എന്ത് പലഹാരമാണെങ്കിലും അതിൽ കൊള്ളാവുന്നതേ ഇടാവുള്ളൂ. ഞാനിതിലേക്ക് മസാലയായിട്ട് കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചത് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ബീഫ് മസാലയാട്ടോ ചേർത്തേക്കുന്നത്. ബീഫ് മസാലയോ ചിക്കൻ മസാലയോ എന്താണേലും കുഴപ്പമില്ല, കുറച്ച് പെരിഞ്ജീരകം കൂടെ മിക്സ് ആക്കിയിട്ട് വേണം മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചിക്കനോ ബീഫോ ചെമ്മീനോ ഒക്കെ മസാലയാക്കിയിട്ട് ഇതുപോലെ മസാല ബോണ്ട ഉണ്ടാക്കാം. എൻ്റെ ഫോണിൻ്റെ ക്ലിയർ കുറവുണ്ട് കേട്ടോ, മസാല ബോണ്ടയൊക്കെ കാണാൻ വേണ്ടി നല്ല രസമുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റായിരുന്നേ. മസാല ബോണ്ടയ്ക്കുള്ള ഉരുളക്കിഴങ്ങ് മൊത്തവും പൊടിച്ച് അങ്ങനെ ആക്കരുത്, കുറച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളും കൂടെ വേണം, ആ ഒരു പരുവത്തിലേ ഉടച്ചെടുക്കാവുള്ളേ. ഈ മസാല ബോണ്ട ഒരെണ്ണം ഞാൻ മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. നല്ല ചൂടുണ്ട്, ചൂടൊന്നും അറിയിട്ടില്ല, ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ ഈ മസാല ബോണ്ട ഉണ്ടാക്കുമ്പോൾ മസാല ബോണ്ടയ്ക്കുള്ള മാവിലേക്ക് മസാലപ്പൊടിയും അങ്ങനത്തെ വേറെ സാധനങ്ങളൊന്നും ചേർക്കാറില്ല, ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്.
മൈദയിൽ മുക്കി മസാല ബോണ്ട ഫ്രൈ ചെയ്ത് കഴിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ കടലമാവ് കൊണ്ട് ബജിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ആക്കിയിട്ട് ഇതുപോലെ മസാല ബോണ്ട ആക്കിയെടുക്കാം. നല്ല ചൂടുള്ള ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളിയാട്ടോ. തക്കാളി സോസൊക്കെ ഇഷ്ടമുള്ളവർക്ക് അതും കൂടെ കൂട്ടി കഴിക്കുക. പിന്നെ എന്തെങ്കിലും ചമ്മന്തിയൊക്കെ ആക്കിയിട്ട് അത് മിക്സാക്കി കഴിക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ കടലമാവും മൈദയും കൂടെ പകുതി പകുതി എടുത്തും ഇങ്ങനെ മസാല ബോണ്ടയ്ക്ക് മാവ് മിക്സാക്കി എടുക്കാം കേട്ടോ. രാവിലെ അലക്കിയിട്ട തുണികളൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി അതെല്ലാം മടക്കി അടുക്കി പറക്കിയൊക്കെ എടുത്ത് വെക്കണം. രാവിലെ അടിച്ചു വാരി ഇട്ടെങ്കിലും തറ തുടയ്ക്കാൻ നേരം കിട്ടിയില്ലല്ലോ. വൈകുന്നേരമാണ് തറ തുടയ്ക്കുന്നത്. അന്നേരം ഒന്നുകൂടെ അടിച്ചു വാരി വൃത്തിയാക്കി അത് കഴിഞ്ഞിട്ടാണ് തറ തുടയ്ക്കുന്നത്. ഇത് വെള്ളിയാഴ്ചത്തെ വീഡിയോയാ. അക്കുന് രാവിലെ സ്കൂളിൽ പോകുമ്പോൾ പൊട്ടുകടലയുടെ ചമ്മന്തിയും പാലപ്പം കേട്ടോ ഉണ്ടാക്കി കൊടുത്തു വിടുന്നത്. അവൾക്കിന്ന് ചോറ് വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ ഇന്നാൾ ഈ പൊട്ടുകടലയുടെ ചമ്മന്തിയും പാലപ്പം ഉണ്ടാക്കിയപ്പം അവൾ സ്കൂളിൽ കൊണ്ടുപോയപ്പോൾ അവളുടെ കൂട്ടുകാർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നേ. അതുകൊണ്ട് അവർ പറഞ്ഞായിരുന്നു ഒന്നുകൂടെ അമ്മയോട് അത് ഉണ്ടാക്കി തന്നു വിടണം എന്ന് പറയണമെന്ന്. പക്ഷേ എനിക്കിതുവരെ ഉണ്ടാക്കി കൊടുത്തു വിടാനൊന്നും പറ്റിയില്ലായിരുന്നു. ഇനിയിപ്പോൾ ക്ലാസ് തീരാനൊക്കെ ഒത്തിരി ദിവസമൊന്നുമില്ല, വളരെ കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ. അതുകൊണ്ട് അവർക്കും കൂടെ ഉള്ളത് കണക്കാക്കി ഉണ്ടാക്കി കൊടുത്തു വിടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ രാവിലെ അപ്പവും പിന്നെ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുക. ആദ്യം എണ്ണ ഒഴിച്ചിട്ട് പിന്നെ ചെറിയുള്ളിയാണ് ഏറ്റവും നല്ലത്. ചെറിയുള്ളി കുറവായതുകൊണ്ട് ഞാൻ 2 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ബാക്കി സവാള എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകും കൂടെ ആദ്യം ഒന്ന് വഴറ്റി, കളറൊന്നും മാറണ്ട, ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതിയേ. അത് കഴിഞ്ഞിട്ട് ആ പൊട്ടുകടലയും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി എന്നിട്ട് നന്നായിട്ട് അരച്ച് എടുത്തു. പിന്നെ അരച്ച് കഴിഞ്ഞിട്ട് ചൂടാക്കാൻ പാടില്ല, അതിലേക്ക് കടുക് വറുത്ത് ഒഴിക്കാനേ പാടുള്ളൂ. തേങ്ങ ഒരു ശകലം പോലും ചേർക്കാതെ ഉണ്ടാക്കുന്ന ചമ്മന്തിയാണ്. പിന്നെ ഇഞ്ചി വേണ്ട, വെളുത്തുള്ളി എന്തായാലും ചേർക്കണം. അരച്ച് കഴിഞ്ഞിട്ട് കടുകൊക്കെ പൊട്ടിച്ച് മിക്സാക്കുന്ന സമയത്ത് ഞാൻ ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നേ. ഈ ചമ്മന്തി ഉണ്ടാക്കി കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ കുറച്ച് കട്ടിയായിട്ട് വരും. അത് കണക്കാക്കിയിട്ട് വെള്ളം ഒഴിക്കണം. ഒരുപാട് വെള്ളം ഒഴിച്ച് നീട്ടരുത് കേട്ടോ, അന്നേരം ടേസ്റ്റ് ഉണ്ടാവത്തില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഈ ചോപ്പറിൽ ഇട്ടിട്ട് കറിക്കരിന്ന് കണ്ടപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചായിരുന്നേ. ഇതിൻ്റെ ലിങ്ക് ഇല്ല, ഇത് കടയിൽ നിന്ന് മേടിച്ചതാണ്. പിന്നെ ആ മറ്റേ ഒരു ചെറിയ ചോപ്പറില്ലേ, അത് കറണ്ട് ഇല്ലെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിനകത്ത് പിന്നെ ഇച്ചിരി ചെറുതായിട്ട് അരിഞ്ഞിടുകയും വേണം. ഇതിനകത്ത് കറണ്ട് വേണം. പിന്നെ വലുതായിട്ട് അരിഞ്ഞിട്ടാലും നമുക്ക് ചോപ്പ് ചെയ്തിട്ട് ചെറുതാക്കി എടുക്കുകയൊക്കെ ചെയ്യാം. കറണ്ട് ഉള്ളപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ചോപ്പർ ഇത് തന്നെയാണ്. ഇതിനകത്താകുമ്പോൾ കുറച്ചേറെ കൊള്ളുകയും ചെയ്യും. പിന്നെ വലുതായിട്ട് അരിഞ്ഞിട്ടാൽ മതിയല്ലോ. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇതാണ് എടുക്കുന്നത്. കറണ്ട് ഇല്ലാത്തപ്പോൾ മറ്റേത് എടുക്കുന്നത്. മറ്റേ ചോപ്പറിനേക്കാളും ഉപകാരവും പിന്നെ എനിക്കിഷ്ടപ്പെട്ടതും ഈ ഒരു ചോപ്പറാണ് കേട്ടോ. മറ്റേ ചോപ്പർ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്. അതിപ്പോൾ എല്ലാവരുടെയും വീടുകളിലുള്ളതല്ലേ ആ ഒരു മോഡൽ. പാലപ്പമൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പമായിരുന്നേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.